ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ തുലാമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. നാളത്തെ ദിവസം നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യേണ്ടുന്ന വിധമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നാളെ പൂരം നക്ഷത്രത്തോടും ദശമി തിഥിയോടും കൂടിയിട്ടാണ് നമുക്ക് വെള്ളിയാഴ്ച വന്നിരിക്കുന്നത്. വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് തരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ലക്ഷ്മി പൂജ എന്ന് പറയുന്നത്. നാളെ നമ്മൾ എങ്ങനെ പൂജ ചെയ്യണം എന്നുള്ളത് നോക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് രാവിലെ 6 to 7, ഉച്ചയ്ക്ക് 1 to 2, രാത്രിയിൽ 8 to 9 ഈ സമയങ്ങളാണ്. ഇതിൽ ഏത് സമയമാണോ നിങ്ങൾക്ക് അനുയോജ്യം ആ ഒരു സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി ഈ പറയുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ട് നമുക്ക് ഫലം കിട്ടുന്നത് കൊണ്ടാണ്. ആ സമയത്ത് ചെയ്യാൻ പറ്റാത്തവർക്ക് രാവിലെ ഒരു 8 മണിക്കുള്ളിലും വൈകിട്ടൊരു 5:30 മുതൽ രാത്രി ഒരു 9:30 ഉള്ളിലുമായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബ്രാസിൻ്റെ പ്ലേറ്റോ അങ്ങനെ അല്ലെങ്കിൽ ഒരു വാഴയിലയോ എടുത്തിട്ട് 3 പിടി പച്ചരി ആ ഒരു വാഴയിലയിൽ നമ്മൾ നിരത്തുക എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുൻപ് ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. കാര്യം അറിയാവുന്നവർക്ക് അത് ചെയ്യാമല്ലോ. അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ലക്ഷ്മി പൂജ ചെയ്യുന്ന ആ സ്ഥലം മഞ്ഞൾ വെള്ളം കൊണ്ട് തുടച്ചിട്ട് ബ്രാസിൻ്റെ പ്ലേറ്റോ ഒരു വാഴയിലയോ ഇട്ടിട്ട് അതിന് മുകളിൽ 3 പിടി പച്ചരി, നമ്മുടെ വലത്തെ കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന 3 പിടി പച്ചരി, ഒരുപാടൊന്നും എടുക്കേണ്ട, 3 പിടി പച്ചരി ഇട്ടിട്ട് അതൊന്ന് നിരത്തിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം അല്ലെങ്കിൽ അത് രണ്ടും നിങ്ങൾക്ക് ആ ഒരു പച്ചരിയുടെ മുകളിലായിട്ട് വെക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് വേറെ കോലങ്ങളോ പീഠമോ ഒന്നും വേണമെന്നില്ല. ഇനി പീഠത്തിന് മുകളിൽ വാഴയില ഇട്ടിട്ട് അതിന് പുറത്ത് പച്ചരി ഇട്ടിട്ട് അതിന് പുറത്തായിട്ട് മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം വെക്കുക. ഇനി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വിഗ്രഹം ഇതൊന്നും ഇല്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു നിലവിളക്ക്, ആ നിലവിളക്ക് തന്നെ എടുക്കണം. അല്ലെങ്കിൽ പിന്നെ അഷ്ടലക്ഷ്മി വിളക്ക്, വേറെ വിളക്കൊന്നും എടുക്കരുത്. ഒന്നെങ്കിൽ നിലവിളക്ക് അല്ലെങ്കിൽ അഷ്ടലക്ഷ്മി വിളക്ക്. അത് എടുത്തിട്ട് അതിനെ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ കൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് അതാണ് നമ്മൾ ആ ഒരു പച്ചരിക്ക് മുകളിലായിട്ട് വെക്കുന്നത്. അപ്പം ഇപ്രാവശ്യം പച്ചരിക്ക് മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ മഹാലക്ഷ്മി ദേവിയെ പൂജിക്കാൻ പോകുന്നത്. അപ്പം അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ ലക്ഷ്മി വിഗ്രഹമൊക്കെ ആണെങ്കിൽ അഭിഷേകം ചെയ്യണം. അഭിഷേകം ചെയ്യാൻ താല്പര്യമില്ലാത്തവർ നിങ്ങൾ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച അങ്ങനെ ഓരോ ദിവസം ഓരോ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ആ ദിവസങ്ങളിൽ ആ ദൈവങ്ങളുടെ ഫോട്ടോസോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അഭിഷേകം ചെയ്യണം. അങ്ങനെ അല്ലാത്തവർ ആ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും നല്ല ശുദ്ധമായ ഒരല്പം റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ എടുത്തിട്ട്, ഇപ്പോൾ ശുദ്ധമായ ജലമാണെങ്കിൽ അതിലോട്ട് ഒരല്പം റോസ് വാട്ടർ ഒഴിച്ച് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് പച്ചക്കപ്പൂരം ജവ്വാത് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് നല്ല ഇതിന് വേണ്ടിയിട്ട് ഒരു തുണി മാറ്റി വെച്ചിരിക്കണം. ആ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ തൊടുന്നവരാണെങ്കിൽ അതൊക്കെ തൊടണം. ഇപ്പോൾ ചിലവർക്ക് അതൊന്നും തൊടാൻ താല്പര്യമില്ലായിരിക്കും. അപ്പം നിങ്ങൾ തൊട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ആഴ്ചകളിൽ ഇപ്പോൾ നമ്മൾ എല്ലാ ഫോട്ടോസും കൂടി ഒരു ദിവസം ക്ലീൻ ആക്കുന്നതിലും ഏറ്റവും ബെറ്ററാണ് ആഴ്ചയിൽ ആ ദൈവങ്ങൾക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ, തിഥികൾ വരുമ്പോൾ, നക്ഷത്രങ്ങൾ വരുമ്പോൾ അവരെ നമ്മൾ ശുദ്ധമാക്കി വൃത്തിയാക്കി വെക്കുന്നത്. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമെങ്കിൽ അത് സമർപ്പിക്കാം. ഇല്ലെങ്കിൽ എന്ത് പൂവാണോ കയ്യിലുള്ളത് അത് അവരുടെ ആ ഒരു മന്ത്രം ചൊല്ലി അവർക്ക് സമർപ്പിക്കുന്നത് തന്നെ നമുക്ക് ഐശ്വര്യം തരും. അപ്പം നാളത്തെ ദിവസം നിങ്ങൾ ഇത് ചെയ്യണം. മഹാലക്ഷ്മി ദേവി അലങ്കാര പ്രിയ ആയതുകൊണ്ട് എത്രമാത്രം പൂക്കൾ കൊണ്ട് അലങ്കരിക്കാമോ അതുകൊണ്ട് അലങ്കരിക്കാം. ഇനി നിങ്ങൾക്ക് പൂക്കളൊന്നും കിട്ടില്ല, പൂമാലകളൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം ഇമിറ്റേഷൻ ജ്വല്ലറിയൊക്കെ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. നല്ല തിളങ്ങുന്ന ഇമിറ്റേഷൻ ജ്വല്ലറി നോക്കി വാങ്ങിച്ചിട്ട് അത് ദേവിയുടെ കഴുത്തിൽ മാലയായിട്ടിട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ തീരുമാനിക്കണം ഏത് രീതിയിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന വിഗ്രഹത്തെ നമ്മൾ അണിയിച്ചൊരുക്കണം. നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിക്കനുസരിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അണിയിച്ചൊരുക്കി അവിടെ അമ്മയെ ഇരുത്തുക. ഇരുത്തിയതിന് ശേഷം അമ്മയുടെ 2 സൈഡിലായിട്ട് വിളക്ക് കൊളുത്തി വെക്കണം.
ഇപ്പം നിങ്ങൾ നിലവിളക്കാണ് അല്ലെങ്കിൽ അഷ്ടലക്ഷ്മി വിളക്കാണ് ദേവിയായിട്ട് സങ്കല്പിക്കുന്നത് എങ്കിലും നിങ്ങൾ രണ്ട് സൈഡിലും, അതായത് അമ്മയ്ക്ക് അകമ്പടി നിൽക്കുന്ന രീതിയിൽ 2 വിളക്കുകൾ നമ്മൾ കൊളുത്തി വെക്കുകയാണ്. അതിപ്പം 5 തിരിയിട്ട് കൊളുത്തണം എന്നൊന്നുമില്ല, ഒരു തിരിയായാലും മതി, മൺവിളക്കായാലും മതിയാകും. അതിനുശേഷം അമ്മയുടെ മുൻപിലും നമ്മളൊരു വിളക്ക്, അമ്മയെ നോക്കിയിരിക്കുന്നത് പോലെ ഒരു വിളക്ക് കൊളുത്തി വെക്കണം. ഇനിയിപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരൊറ്റ വിളക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ദേവിയായിട്ട് സങ്കല്പിച്ച് ആ ഒരു വിളക്ക് മാത്രം കൊളുത്തിയാൽ മതിയാകും. അങ്ങനെയല്ലെങ്കിൽ അമ്മയുടെ ഫോട്ടോ വിഗ്രഹം നടുക്ക് വെച്ചിട്ട്, ഇനി വിളക്കാണെങ്കിലും അമ്മയുടെ 2 സൈഡിലും നമ്മൾ വിളക്കുകൾ കൊളുത്തി വെച്ച് അമ്മയ്ക്ക് മുൻപിലും അമ്മയെ നോക്കിയിരിക്കുന്നത് പോലെ ഒരു വിളക്കുകൾ കൂടി കൊളുത്തി വെക്കണം. ഇത്രയും കാര്യങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ പൂജ തുടങ്ങാൻ. എപ്പോഴും പൂജയ്ക്ക് മുൻപ് ഗണേശ ഭഗവാനെ മനസ്സിലോർത്ത് പ്രാർത്ഥിച്ച് ഗണേശ ഭഗവാന് പൂക്കൾ സമർപ്പിക്കണം. അതേപോലെ നമ്മുടെ കുലദൈവത്തെയും മനസ്സിലോർത്ത് പൂക്കൾ സമർപ്പിക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ദേവിയുടെ 108 അഷ്ടോത്തരമുണ്ടല്ലോ, അത് ചൊല്ലി പൂക്കളോ നാണയങ്ങളോ കവടിയോ താമര വിത്ത് എന്താണോ കയ്യിലുള്ളത് അതുകൊണ്ട് അർച്ചന ചെയ്യുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് അർച്ചന ചെയ്യാം. ഞാൻ ചെയ്യുന്നത് സാധാരണ അങ്ങനെയാണ്. 11 താമര വിത്തെടുക്കും, 11 കവടി എടുക്കും, 11 ഗോമതി ചക്രം എടുക്കും, 11 1 രൂപയുടെ നാണയങ്ങൾ എടുക്കും, 11 ചെറിയ വളകളുണ്ട് അതെടുക്കും, പിന്നെ പൂക്കളെടുക്കും, എന്നിട്ട് കുറച്ച് കുങ്കുമപ്പൂ എടുക്കും. ഇതെല്ലാം കൂടെ കൊണ്ടാണ് ഞാൻ മിക്കവാറും അമ്മയ്ക്ക് അർച്ചന ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ ദേവിക്ക് പ്രിയപ്പെട്ടത് എന്ന് തോന്നുന്നത് അതെല്ലാം എടുത്ത് വെച്ച് അതെല്ലാം കൂടെ കൂട്ടി അമ്മയ്ക്ക് അർച്ചന ചെയ്യണം. അതിനുശേഷം ഈ പ്രാവശ്യം നമ്മൾ 2 മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. ഒന്ന് ധാന്യലക്ഷ്മിയുടെ മന്ത്രവും മറ്റൊന്ന് ധനലക്ഷ്മിയുടെ മന്ത്രവും. അപ്പോൾ ആദ്യം നമ്മൾ ധാന്യലക്ഷ്മി രൂപത്തിൽ അമ്മയ്ക്ക് മുൻപിൽ ഈ മന്ത്രം 3 പ്രാവശ്യം ജപിക്കണം. മന്ത്രം ഇതാണ്, ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, ചൊല്ലിയും കേൾപ്പിക്കാം. കലി കൽമശനാശിനി കാമിനി വൈദികരൂപിണി വേദമയേ ക്ഷീരസമുദ്ഭവ മംഗളരൂപിണി മന്ത്രനിവാസിനി മന്ത്രനുദേ മംഗളദായിനി അംബുജവാസിനി ദേവഗണാശ്രിതപാദയുതേ ജയ ജയ ഹേ മധുസൂദന കാമിനി ധാന്യലക്ഷ്മി സദാ പാലയ മാം. നമ്മൾ 3 പ്രാവശ്യം ചൊല്ലി അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൂക്കൾ നിങ്ങൾക്ക് ദേവിക്ക് സമർപ്പിക്കാം. കുങ്കുമപ്പൂവാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ആ ഒരു കുങ്കുമപ്പൂവ് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം. അതിനുശേഷം ധനലക്ഷ്മിയുടെ മന്ത്രമായ ഈ ഒരു മന്ത്രം ഞാൻ ചൊല്ലി കേൾപ്പിക്കാം, എഴുതി കാണിച്ചിട്ടുമുണ്ട്. ധിമി ധിമി ധിൻ ധിമി ധിൻ ധിമി ധിൻ ധിമി ധുന്ദുഭിനാദ സുപൂർണമയേ ഗുംഗുമ 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 ശംഖനിനാദ സുവാദ്യനുതേ വേദപുരാണേതിഹാസ സുപൂജിത വൈദിക മാർഗ പ്രദർശനതേ ജയ ജയ ഹേ മധുസൂദന കാമിനി ധനലക്ഷ്മി രൂപിണി പാലയ മാം. ഈ മന്ത്രം ചൊല്ലിയിട്ട് കുങ്കുമപ്പൂക്കളോ നാണയങ്ങളോ ദേവിക്ക് സമർപ്പിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും പറയുന്നത് പോലെ ദേവിക്ക് ധൂപദീപ ആരതി എടുക്കുക. ധൂപ ആരതി എപ്പോഴും ഞാൻ പറയുന്നതാണ്, സാമ്പ്രാണി തിരിയാണ് ധൂപ ആരതി എന്ന് പറയുന്നത്. കപ്പ് സാമ്പ്രാണിയോ. ദീപ ആരതി എന്ന് പറയുന്നത് നെയ്യ്. നമ്മൾ സാധാരണ നെയ്വിളക്ക് കൊളുത്തുമല്ലോ, അതുപോലെ നെയ്യൊന്നും ഒഴിക്കേണ്ട. നമ്മുടെ കയ്യിൽ കൊടിവിളക്ക് കൊണ്ടാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നത്. അപ്പം അതൊരു നെയ്യ് തിരിയാക്കി എടുത്താൽ മതിയാവും. എന്നിട്ട് അതുകൊണ്ട് ദീപ ആരതി എടുക്കുക. ശേഷം നിവേദ്യം. ഇത് നമ്മുടെ ലാസ്റ്റത്തെ ദിവസമാണ് തുലാമാസത്തിൽ. അതുകൊണ്ട് പച്ചരി കൊണ്ട് പാൽപ്പായസമോ ശർക്കര പായസമോ എന്താണോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അതുണ്ടാക്കാം. അല്ലെങ്കിൽ കൊഴുക്കട്ട ഉണ്ടാക്കി വെക്കാം, ഇടിയപ്പം ഉണ്ടാക്കി വെക്കാം, അങ്ങനെയൊന്നും. അതായത് പച്ചരി, അരി കൊണ്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു മസ്റ്റായിട്ട് വേണം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു പച്ചരി വേവിച്ചിട്ട് നെയ്യ് ഒഴിച്ച് വെക്കാൻ. അത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ആഴ്ച അത് വെക്കാം. കഴിഞ്ഞ ആഴ്ച ചെയ്യാൻ പറ്റാത്തവർക്ക് അതും വെക്കാവുന്നതാണ്. അതായത് വെറ്റില, പാക്ക്, പഴം, പച്ചരി കൊണ്ടുള്ള എന്തെങ്കിലും ഒന്ന്, അതേപോലെ എന്തെങ്കിലും ഒരു മധുരം എന്ന് പറയുമ്പം ലഡു, ജിലേബി, പേട, ഗുലാബ് ജാമുൻ, നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അങ്ങനെയുള്ള ഒരു വസ്തുവും കൂടി. ഇത്രയും സാധനങ്ങൾ അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിച്ച് കർപ്പൂര ആരതിയും കൂടി എടുത്ത് പൂജയിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്ത് എൻ്റെ ഈ പൂജ സ്വീകരിക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ധാന്യലക്ഷ്മി രൂപത്തിലും അതേപോലെ തന്നെ ധനലക്ഷ്മി രൂപത്തിലും അന്നപൂർണേശ്വരിയായിട്ടുള്ള ദേവിയെ നമ്മൾ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്തത്. ഈ ഒരു മാസം നമ്മൾ ഈ രീതിയിൽ ദേവിയെ പൂജിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ എന്ന് വളരെയധികമാണ്.
സോ എല്ലാവരും ഈ രീതിയിൽ ലക്ഷ്മി പൂജ ചെയ്യാൻ നാളെ ശ്രമിക്കണം. ഇനി നിങ്ങൾക്ക് പൂജകളൊന്നും ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ 108 പ്രാവശ്യം അമ്മയുടെ ഈ ഒരു മന്ത്രം, അമ്മയുടെ അഷ്ടോത്തരം ചൊല്ലുക. അത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ജപിച്ച് 3 പ്രാവശ്യം ധനലക്ഷ്മിയുടെയും ധാന്യലക്ഷ്മിയുടെയും മന്ത്രങ്ങൾ കൂടി ചൊല്ലിയാൽ മതിയാവും. ഇത്രയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. തീർച്ചയായിട്ടും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വഴി നമ്മുടെ കുടുംബത്തിന് സർവ്വസമ്പൽ സമൃദ്ധി ലഭിക്കുന്നതായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ.